കഴിഞ്ഞ വർഷം അവസാനം, അതായത് ഈ ഏപ്രിൽ മാസം 1 മുതൽ നമുക്ക് ആദ്യത്തെ ഒരു വെട്ടിക്കുറവ് വന്നത് IGST സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ IGST പൂളിൽ വന്ന ഒരു പ്രശ്നം സംബന്ധിച്ചാണ്. IGST പൂളിൽ നിന്നും സംസ്ഥാനങ്ങൾ, ഏതൊക്കെയോ സംസ്ഥാനങ്ങൾ വിഡ്രോ ചെയ്യുന്ന പണത്തിൽ അല്ലെങ്കിൽ IGST പൂളിൻ്റെ കണക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ പണം കുറച്ച് കുറവുണ്ട്, അതെല്ലാ സ്റ്റേറ്റുകളിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 965 കോടി രൂപ കേരളത്തിന് അനുവദിച്ചിരുന്നത് കുറച്ചു. എല്ലാ സ്റ്റേറ്റിലും കുറച്ചു. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ IGST കിട്ടേണ്ട സ്റ്റേറ്റാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാളും കൂടുതൽ പുറത്തുനിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ആ IGSTയുടെ കുറവ് നേരത്തെ തന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടേണ്ട IGSTക്കകത്ത് വലിയ കുറവ് വരുന്നുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റാണ് കേരളം. പക്ഷേ കേരളത്തിന് ഈ പുതിയ കണക്ക് വന്നപ്പം കേരളത്തിൻ്റെ കണക്കിൽ 965 കോടി രൂപ പറഞ്ഞു. അത് ഞങ്ങൾക്ക് റീസ്റ്റോർ ചെയ്ത് തരണം എന്നാവശ്യപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് നമ്മൾ സംസ്ഥാനം കൊടുത്തിട്ടുള്ള ഇതുവരെ ഇന്ത്യ ഉണ്ടായതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമായി റിപ്പബ്ലിക് ആയതിനു ശേഷം, ഭരണഘടന വന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നുവരെ പല സംസ്ഥാനങ്ങളും കടമെടുത്തിട്ടുണ്ട്. ആ കടമല്ല, ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. നമുക്ക് ഇപ്പം നമ്മുടെ KSRTC ലോൺ എടുക്കുകയാണെങ്കിൽ, KSFE ലോൺ എടുക്കുകയാണെങ്കിൽ, പിന്നെ ഈ പല വ്യവസായ KSIDCയോ അല്ലെങ്കിൽ വേറൊരു സാധനമോ KFCയോ ഏതെങ്കിലും സ്ഥാപനങ്ങൾ എടുക്കേണ്ടതുകൊണ്ട്, ഗ്യാരണ്ടി വേണ്ടതുകൊണ്ട്, വേണ്ടാത്തതുകൊണ്ട് കിഫ്ബിക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു. ഈ ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഈ പണം അടച്ചില്ലെങ്കിൽ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ വലിയ ഡിഫാൾട്ടൊന്നും വന്ന സംഭവങ്ങളേ ഇല്ല. വളരെ അപൂർവമായി ചിലപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുകയാണെന്ന്. അപ്പോൾ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് അതിൻ്റെ 5% നിങ്ങൾ ഒരു ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറയാം. അവിടെ എന്താ അർത്ഥം എന്ന് വെച്ചാൽ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കുന്ന നിയന്ത്രണമാണ്. ആയിക്കോട്ടെ, അങ്ങനെ ഫണ്ട് കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് പറഞ്ഞു. റിസർവ് ബാങ്ക് പറഞ്ഞത് 5 വർഷം കൊണ്ട് നടപ്പിലാക്കണമെന്നാണ് ഈ ഫണ്ട് 5%. ദാറ്റ് മീൻസ് 3000-3500 കോടി ഉണ്ടെങ്കിൽ 700 കോടി, 7-5-35, 3500 ആവണമെങ്കിൽ 5 വർഷം വേണം. 700 കോടി കുറയ്ക്കും, മനസ്സിലാവും. പക്ഷേ ഒരുമിച്ച് ഇത് കുറച്ചിരിക്കുന്നു. അപ്പം നമ്മളിതൊന്നും പ്ലീഡ് ചെയ്ത് ആർഗ്യൂ ചെയ്ത് സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ല. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ബന്ധങ്ങളാണ്. അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ആണെങ്കിൽ നമുക്ക് വാദിക്കാം. ആ വാദത്തിൻ്റെ എല്ലാ അടിസ്ഥാനം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതും ഇപ്പോഴും അന്വേഷിച്ചിട്ട് വീണ്ടും ഞങ്ങളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ 5944 കോടി രൂപ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന പേരിൽ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ 5944 കോടി രൂപ കുറയ്ക്കുമ്പോൾ ഈ വർഷം മാത്രം കിഫ്ബിയുടെ പേരിൽ, കിഫ്ബി നേരത്തെ എടുത്തതിൻ്റെ പേരിലുള്ള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഒരുമിച്ച് 12,000 കോടി രൂപ കിഫ്ബി പെൻഷൻ കമ്പനി എടുത്തതിൻ്റെ പേരിൽ 2021-22 ആ സമയത്ത് 4711 കോടി ഇപ്പോൾ ഈ വർഷം കുറയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടാതെ ഇപ്പോൾ ഈ 5900 6000 കോടി കൂടെ കുറയ്ക്കുമ്പോൾ അത്രയും അത് മാത്രമായിട്ട് 6, 4, 10, 11,000 കോടിയോളം രൂപ അതിൽ മാത്രമാണ് ഒരു വർഷം കുറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും വന്നിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ വർഷം കുറഞ്ഞത് നമുക്ക് അനുവദിച്ച പണത്തിൽ നിന്ന് കുറയുന്നത് എത്രയാണെന്ന് അറിയണം. എന്നാലേ അതിൻ്റെ ഭീകരത മനസ്സിലാവും. നമുക്ക് ഈ വർഷം എടുക്കാവുന്ന സ്പേസ് ഏകദേശം 50,000 കോടിക്ക് അടുത്താണ്. നമുക്ക് അതിനകത്ത് കുറച്ച് ഡിഡക്ഷൻ അതിൽ നിന്ന് വരുത്തി. ഞാനിത് പറയുന്നത് കൃത്യമായി 3% എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഇത്ര ശതമാനം എടുക്കാം GSTPയുടെ. അതിനകത്ത് നമുക്ക് അനുവദിച്ച തുക ആദ്യത്തെ 9 മാസത്തേക്ക് 29,000 കോടി, അവസാനത്തെ 3 മാസത്തേക്ക് 12,000 കോടി. അപ്പം 42,000 കോടിയാണ് അനുവദിച്ചത്. ആ തുകയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ നടത്തിയ കുറയ്ക്കലുണ്ട്. ഒന്ന്, ഞാനീ പറഞ്ഞ 4,710 കോടി രൂപ. രണ്ടാമത് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് 3,300 കോടി. അത് രണ്ടും കൂടെ എത്ര 8,000 കോടിയായി. ഇതുകൂടാതെ നേരത്തെ കേസ് പറഞ്ഞ സമയത്ത് നമുക്ക് 1,922 കോടി രൂപ നമുക്ക് അനുവദിച്ചിരുന്നു. ഈ സുപ്രീം കോടതി അവർ കൊടുത്ത കണക്കനുസരിച്ചിട്ട് ഈ GSTP കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് അനുസരിച്ചിട്ട് 1,922 കോടി രൂപ അന്ന് അനുവദിച്ചു. ആ 1,922 കോടി രൂപ പിന്നീട് കുറച്ചു. അപ്പോൾ അത് വരുമ്പോൾ 12,000 കോടിയായി. 965 കോടി രൂപ GSTയുടെ ഞാനീ പറഞ്ഞ IGST സെറ്റിൽമെൻറ്റ് വരെ കുറച്ചു. അപ്പോൾ 13,000 കോടിയായില്ലേ.
അതിൻ്റെ കൂടെ ഇപ്പോൾ 6,000 കോടി രൂപ 5,944. ഇത്രയും ഈ വർഷം നമുക്ക് എടുക്കാവുന്ന ബോറോയിങ് കുറച്ച്. ഇനി ഏതൊരു ന്യായം പറഞ്ഞാലും നിങ്ങളൊരു കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാനുള്ള ആക്കായാൽ പോലും ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാൻ എഴുതാൻ പറ്റും. ഇവർ തത്വമൊക്കെ പറയുകയാണെങ്കിൽ പോലും അതിനോരോ ഒരുമിച്ച് നിങ്ങളെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങളുടെ എല്ലാ പേയ്മെൻറ്റിൻ്റെയും ഞങ്ങൾ ഇതുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ഉള്ള തീരുമാനം ഞങ്ങൾ എടുക്കുന്നതാണ്. പേയ്മെൻറ്റിന് ഡിഫിക്കൽട്ടി വരും. അത്രയാണ് ഒരു വർഷം 17,000-18,000 കോടി രൂപ ഒരു വർഷം കിട്ടുന്നതിനകത്ത്. ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ 60 മാസമാണ്. 57 മാസം ആവുന്നു. ഈ 57 മാസവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അതിൽ കണക്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചല്ലോ. ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനത്തിന് കിട്ടുന്ന സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 53%, 100 രൂപ ഒരു സംസ്ഥാനത്തിന് റവന്യൂ വരുമാനം ഉണ്ടെങ്കിൽ 53 രൂപയും കേന്ദ്രത്തിൻ്റെ ടാക്സും രാജ്യവും കിട്ടുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ടാക്സ് എന്ന് വെച്ചാൽ മിക്കവാറും 70-80% ടാക്സ് അവരെ കളക്ട് ചെയ്യുക സ്റ്റേറ്റിൻ്റെ കൂടെ, അതിൽ നിന്ന് തരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ഓൺ ആൻ ആവറേജ് 53% സ്റ്റേറ്റുകളുടെ വരുമാനം ഈ ടാക്സ് വിഹിതത്തിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് തരുന്ന. കേരളത്തിൽ അത് 25% കിട്ടുന്നുള്ളൂ. അത്രയും കുറവ് കേരളത്തിലുണ്ട്. ഇത് ഫലത്തിലുള്ളതാണല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ 57 മാസക്കാലം, ഈ 60 മാസക്കാലത്തിലൂടെ 5 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, പരമാവധി നമ്മുടെ ചെലവ് വർദ്ധിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇന്നത്തെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് ഏറ്റവും നല്ല വളർച്ച ഉണ്ടാകുന്ന സ്റ്റേറ്റുകളിലൊന്നായിട്ട് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ GST വരുമാനത്തിൻ്റെ കണക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ നവംബർ മാസത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട GST പെർഫോമൻസ് ഉണ്ടായ 5 സ്റ്റേറ്റുള്ളത് കേരളമാണ്. നമ്മുടെ ആഭ്യന്തര വരുമാനം 1,60,000 കോടിയിൽ നിന്ന് 3 ലക്ഷം കോടിയിലധികമായി എന്ന് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഈ പറഞ്ഞ ഈ സമയപരിധിക്കകത്ത്. നമ്മുടെ വരുമാനം, ആഭ്യന്തര വരുമാനം 3 ലക്ഷത്തിൽ ചില്ലാനം കോടിയിൽ നിന്ന് 12.5 ലക്ഷത്തിലേക്ക് എത്തി. ഈ വർഷം നല്ല ജമ്പാണ് വീണ്ടും. ഇങ്ങനെയെല്ലാം വന്നൊരു സംസ്ഥാനത്തിന് അവസാനം നിങ്ങൾ ഒരുമിച്ച് ഇത്രയും കൂടെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതമാണ്. സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമൊന്നുമില്ല. ആ ദുരിതം, പ്രത്യേകിച്ച് ഇത് തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. തൊട്ട് 1-2 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് നമുക്കറിയാം. ഈ സമയത്താണ് ഇത് വരുന്നത് എന്നുള്ളത് ഗൗരവത്തോടെ കാണേണ്ടതാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് കണ്ടിക്കാര്യം പറഞ്ഞത്. എന്തായാലും അങ്ങനെ 17,000 കോടി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ പരിഹരിക്കാനും സഹായിക്കാനും അല്ലെങ്കിൽ ന്യായമായ കാര്യം ചെയ്യാൻ പലതുമുണ്ട്. ഇപ്പോൾ GSTയുടെ 1,000 കോടി രൂപ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ട് കിട്ടിയ 1,922 കോടി രൂപ. അത് സാധാരണഗതി പിന്നെ അടുത്ത കാൽക്കുലേഷൻ വെട്ടിക്കളയണ്ടല്ലോ. ഇപ്പോൾ ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇത്രയും പണം വെട്ടിക്കുറയ്ക്കുന്നുണ്ടപ്പോൾ ഈ പണം വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. ചെറിയ പണം കൊണ്ടൊന്നും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു, നാഷണൽ ഹൈവേക്ക് ആകെ ചിലവാകുന്ന പണത്തിൻ്റെ ലാൻഡ് അക്വിസിഷൻ 25% ഞങ്ങൾ കൊടുത്തല്ലോ കയ്യിൽ നിന്ന്. വേറെ സ്റ്റേറ്റും അങ്ങനെ കൊടുക്കാൻ കമ്പൽഡ് അല്ല. അപൂർവം ചില സ്റ്റേറ്റുകൾ കൊടുത്തതാണ്. ഇങ്ങനൊന്നും തുക ആരും കൊടുത്തിട്ടില്ല. ആ തുക ഞങ്ങൾക്ക് തരണ്ട. ശരിക്കും ടോൾ റോഡാണ് പണിയുന്നതുകൊണ്ട് ഷെയർ വേണേൽ കേരളത്തിന് തരാം. ഞങ്ങൾ അതിൻ്റെ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഞങ്ങൾ അതിനുവേണ്ടി കടമെടുത്ത് കൊടുത്ത പണം ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്കുള്ള പണത്തിൻ്റെ ബാധിക്കാതെ അതിന് അഡീഷണലായിട്ട് ഞങ്ങൾക്കൊരു സ്പേസ് തരണം. കാരണം ഇങ്ങനൊരു കാര്യത്തിലാണ്. അതിനും സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്റ്റിനെ സഹായിക്കാൻ ടോള് പിരിക്കുന്ന റോഡ് കേരളത്തിലാകെ ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേക്ക് വേണ്ടി കേരളം എടുത്തു കൊടുക്കുക. അതുപോലും തരുന്നില്ല. അപ്പം ഇങ്ങനെ അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് തുടരുന്നത്. അത് ഉണ്ടാവരുത്. അത് ഞങ്ങൾക്ക് ഫേവറബിളായി ന്യായമായ കാര്യം തീരുമാനിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം വന്നത്.